25 ലക്ഷം കോടി രൂപ ആകെ സംസ്ഥാനങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് 40,000 കോടി കഷ്ടിയാണ് നമുക്ക് കിട്ടുന്നത്. ധനമന്ത്രി പറയുന്നു നമുക്കൊരു 73,000 കോടിയുടെ പദ്ധതികൾ നമുക്ക് അവകാശപ്പെട്ടതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത്. അങ്ങനെ അവകാശപ്പെട്ടതെന്നൊരു സംസ്ഥാനത്തിന് തോന്നുന്ന പരിഗണന ബജറ്റിൽ കിട്ടിയില്ലെങ്കിൽ സംസ്ഥാനം എന്താണ് ചെയ്യേണ്ടത്? അല്ല, കേന്ദ്രത്തിന്റെ ഈ കണക്കൊക്കെയാണ് ശരി, ഞങ്ങൾക്ക് ഇത് മതി എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണമെന്നൊരു അഭിപ്രായം എനിക്കില്ല മാധു. സർക്കാരിന് ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കാം, കിട്ടുന്നത് പരമാവധി മേടിച്ചെടുക്കാം. നമ്മുടെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ. അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ തന്നെ ബജറ്റിൽ ഏതെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പ്രത്യേകമായ തടസ്സമോ പ്രത്യേകമായ പരിഗണനയോ ഒന്നും നിലവിലെ സാഹചര്യത്തിലില്ല. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായി കഴിഞ്ഞ 3, 4, 5 വർഷങ്ങളായി ഘട്ടം ഘട്ടമായി നമ്മുടെ റെയിൽവേ പദ്ധതികളെല്ലാം ബജറ്റിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. നേരത്തെ റെയിൽവേ സെപ്പറേറ്റ് ബജറ്റായിട്ടാണല്ലോ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റെയിൽവേ പൊതു ബജറ്റിൻ്റെ കൂടി ഭാഗമാണ്. ഏതാണ്ട് 51 ലക്ഷം കോടി രൂപയുടെ 50.65 ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ ബജറ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റ്. ബഹുമാനപ്പെട്ട ശ്രീ പ്രകാശ് സാർ സൂചിപ്പിച്ചത് അങ്ങനെ റൂറൽ GDP വരണം എന്നൊക്കെയുള്ളത് നൂതന ആശയം എന്നുള്ള നിലക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തിനകത്ത് അങ്ങനെ ഒരു റൂറൽ ബജറ്റ് അല്ലെങ്കിൽ മെട്രോ ബജറ്റ് എന്ന് പറഞ്ഞാൽ GDP കണക്കാക്കുന്ന ഒരു സിസ്റ്റം നമ്മുടെ ബജറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ഇല്ലല്ലോ. അത് നമുക്ക് വരുന്ന സമയത്ത് ആലോചിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ ബ്രിട്ട സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം ഇതിൻ്റെ 1-2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് സൂചിപ്പിച്ചു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ച ആ വിഷയങ്ങളിലേക്ക് മാത്രമല്ല ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ബജറ്റിലാകെ മാറ്റിവെച്ചിട്ടത് 2,66,817 കോടി രൂപയാണ്. അങ്ങേക്ക് മുൻകാലത്തെ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ ബജറ്റ് അലോക്കേഷൻ, ബജറ്റ് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ അതിൻ്റെ ആകെ ചെലവാക്കിയിട്ടുള്ള തുകയും അങ്ങേക്കത് പരിശോധിക്കാം. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച്. ഈ ബജറ്റിൽ അതുപോലെ തന്നെ അഗ്രികൾച്ചറിന് പ്രഖ്യാപിച്ചിട്ടുള്ളത് 1,71,437 കോടി രൂപയാണ്. അത് പല ഘട്ടങ്ങളിലായി പല പദ്ധതികളിലായിട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ബജറ്റിലെ 150 പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളായിട്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. പ്രധാനമായും അതിൻ്റെ ആകെ തുക കണക്കാക്കുമ്പോൾ അദ്ദേഹം അതിൽ ഒരു സെക്ടർ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ എടുത്തിട്ട് മാത്രമാണ് പറയുന്നത്. അതിൻ്റെ ആകെ തുക കണക്കാക്കുമ്പോൾ എവിടെയെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, അതിൻ്റെ ഫണ്ട് അലോക്കേഷനിൽ എവിടെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, അതെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. അതിന് പകരം ഏതെങ്കിലും ഒരു ഹെഡ് എടുത്തു. അങ്ങ് നേരത്തെ എടുത്ത് ചോദിച്ച ഒരു കാര്യം ശ്രീ കൃഷ്ണദാസ്, അങ്ങ് നേരത്തെ എടുത്ത് ചോദിച്ചത് ഏതെങ്കിലും സംസ്ഥാനത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ ബജറ്റിൽ എവിടെയെങ്കിലും നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ കേരളം എന്ന് പറയുന്നത് അങ്ങ് കേട്ടോ? പക്ഷേ ഈ ബജറ്റ് പ്രഖ്യാപിച്ചു തുടങ്ങി ഏതാണ്ട് ഒരു 10-40 മിനിറ്റ് പിന്നിടുന്ന സമയത്ത് 4 തവണ ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ബജറ്റ് പ്രസംഗം തുടങ്ങി അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ബീഹാറിനായി 4 പദ്ധതികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ബീഹാർ എന്ന് പറയാൻ അറിയാം, കേരളം എന്ന് പറയാൻ അറിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഈ ബജറ്റിൽ മാത്രമല്ലല്ലോ വിമർശനം ഉണ്ടായത്. ഇടക്കാല ബജറ്റിന്റെ സമയത്തോ ബീഹാർ 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 എന്ന് മാത്രമായിരുന്നു കേൾക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ആ പരിഗണന അങ്ങനെ വരുന്നത്? മാധു, ഞാനതിലേക്ക് വരാം. ഒപ്പം തന്നെ നേരത്തെ നമ്മുടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം കേരളത്തിൻ്റെ വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിൻ്റെ സാങ്കത്യം തന്നെ അതാണല്ലോ, കേരളത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല എന്നുള്ളത്. ഇനി അതിൽ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനങ്ങളുടെ പേരുകൾ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പാക്കേജുകൾ പ്രഖ്യാപിച്ചോ? കേരളം മാത്രമല്ലല്ലോ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിക്കുകയാണ് കേരളത്തിന് എയിംസ് കിട്ടിയില്ല, കേരളം അതിനു വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി അതിൻ്റെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് ഞങ്ങൾക്ക് ആ പദ്ധതി ഇന്ന സ്ഥലത്ത് വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെയില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൻ്റെ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം നമ്മുടെ ആലപ്പുഴ മുതൽ തുറവൂർ മുതൽ അങ്ങോട്ടുള്ള പക്ഷെ എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ അങ്ങോട്ട് പറഞ്ഞോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വാരിക്കോരി കൊടുത്തുവെന്ന്, തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വാരിക്കോരി കൊടുത്തുവെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, ശ്രീ ശബരിനാഥ് പറഞ്ഞു, ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. അങ്ങനെ കേൾക്കാതെ പോകുന്നതാണോ? അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ ഡൽഹിക്ക് എന്തെങ്കിലും പ്രത്യേകമായി കൊടുത്തോ? ഏറ്റവും ഇപ്പോൾ തൊട്ടടുത്ത ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ലേ, ഈ ആഴ്ചയിൽ തെരഞ്ഞെടുപ്പ് നടക്കില്ലേ, ഇവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുത്തോ ഡൽഹിക്ക്? 10 മാസം ഡൽഹി ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പറയുന്ന സ്ലാബിലടക്കമുള്ള മാറ്റങ്ങൾ വന്നത് എന്ന് വിശദീകരിക്കാത്ത ആരുണ്ട്? അല്ലെങ്കിൽ അങ്ങനെ കാണാത്ത ആരുണ്ട്? അങ്ങനെ നമുക്ക്
ഒരു സ്ലാബ് ഇപ്പോൾ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ലാബ് പ്രഖ്യാപിച്ചപ്പോൾ 8 കോടി ജനങ്ങൾക്ക് മാത്രമാണ് അതിൻ്റെ ടാക്സ് അടയ്ക്കുന്ന ആളുകൾ, അവർ മാത്രമാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുമ്പോൾ 8 കോടി ആളുകൾ ടാക്സ് അടയ്ക്കുമ്പോൾ 8 കോടി ആളുകളുടെ എണ്ണം മാത്രമാണോ ടാക്സിൻ്റെ പരിധിയിൽ വരുന്ന ആളുകൾ? അവരുടെ കുടുംബാംഗങ്ങളില്ലേ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകളില്ലേ? അതാണ്, അങ്ങനെയാണോ നമ്മളുടെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആകെ ജോലി ചെയ്യുന്ന ആളുകളുടെ അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണോ? അതല്ലല്ലോ, അതിന് ഡിവൈഡ് ചെയ്ത് പോവുകയല്ലേ. അപ്പോൾ ആ സിസ്റ്റത്തെ കാണാതെ മറ്റൊരു സിസ്റ്റത്തെ പറഞ്ഞുകൊണ്ട് ഇത് അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊന്ന് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ പൊതു ജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ എന്ത് കിട്ടി, കേരളത്തിന് എന്ത് കിട്ടി, മറ്റുള്ളവർക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കുമ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ എല്ലാ ഗവൺമെൻറ് ജില്ലാ ഗവൺമെൻറ് ആശുപത്രികളിലും ക്യാൻസറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെൻ്ററുകൾ വരുമെന്ന് പ്രഖ്യാപിച്ചത്? IIT-കളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ സീറ്റ് വർധനവിൻ്റെ കാര്യത്തിലാണെങ്കിലും മെഡിക്കൽ സീറ്റിൻ്റെ വർധനവിന് ഒക്കെ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്നതല്ലേ? അപ്പോൾ എല്ലാ മേഖലകളിലും എല്ലാവർക്കും പറയാനുള്ളത് രാജ്യത്ത് പൊതുവായി പ്രഖ്യാപിച്ച പദ്ധതികളുടെ ഗുണം കേരളത്തിനും കിട്ടില്ല എന്നൊരൊറ്റ കാര്യം ആവർത്തിച്ച് എന്തുകൊണ്ട് ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പരിഗണനകൾ കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. ഇന്ന് ഫിനാൻസ് മിനിസ്റ്റർ ധരിച്ച സാരി പോലും വലിയ രാഷ്ട്രീയ സൂചനയാണ് എന്നത് സംബന്ധിച്ച് അത് നെയ്തു കൊടുത്തത് ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെ രാഷ്ട്രീയ സൂചനകൾ നൽകാൻ തയ്യാറാണ് കേന്ദ്ര സർക്കാർ എന്ന വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതിൽ മാത്രം നിൽക്കാൻ തയ്യാറുമല്ല എന്നുള്ളതാണ് പ്രകടവുമാകുന്നത്.